ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അഭിഷേക് ജഗതിയും സായിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, കൂടുതലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുള്ളി എയർപോർട്ടിലേക്ക് പോകുന്ന നേരത്ത് പുള്ളിയോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അഭിഷേക് പറഞ്ഞത് അവിടെ നന്നായിട്ട് കളിക്കുന്നത് ജിൻഡോയും ജാസ്മിനാണ്, കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അവർ രണ്ടുമാണ്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയ ശേഷം അൻസിബയെ കണ്ടില്ല, അൻസിബയെ കാണണം, പിന്നെ ജിൻഡോ ചേട്ടനെ കാണണം, പിന്നെ ജാസ്മിനെ കാണണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സായിനെ കുറിച്ച് ചോദിച്ചു. സായി എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് ഞാൻ കണ്ടത്. എൻ്റെ പല കാര്യങ്ങളും ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ മുകളിലേക്ക് പോകുന്നൊരു അസുഖത്തിന്. അപ്പം സായി പറഞ്ഞു, നീ എന്തായാലും നീ ഡോക്ടറെ കാണിക്കണം, ഇവിടെ വെച്ച് തന്നെ കാണിക്കണം, മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സായി അത് പറഞ്ഞ് ഇവന് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു രോഗമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങിയ ശേഷം ഇതിനെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞപ്പോൾ എനിക്ക് സായിനെ ബ്ലോക്ക് ചെയ്യേണ്ട വന്നു. എനിക്ക് വളരെ വിഷമകരമായി സായിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്വന്തം ചേട്ടനെ പോലെ ഒരു വ്യക്തി എന്നെക്കുറിച്ച് വളരെ മോശമായി പെരുമാറുമ്പോൾ എനിക്കത് മനസ്സിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ സായി എന്നോട് മിണ്ടി, ഞാൻ സായിയോട് മിണ്ടും, ദേഷ്യമൊന്നും വെക്കത്തില്ല എന്നും നമ്മുടെ അഭിഷേക് ജഗദീഷ് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ബിഗ് ബോസ് അല്ലേ, ഗെയിം കഴിഞ്ഞതിന് ശേഷവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമില്ല. പക്ഷേ സായിനെ കുറിച്ച് ഞാൻ അങ്ങനെയല്ല വിചാരിച്ചു. പിന്നെ ജിൻഡോ ചേട്ടൻ്റെ ഒരു കാര്യം, അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. ജിൻഡോ ഇങ്ങനെ, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ജിൻഡോ എന്തോ കടന്നപ്പോൾ എന്തോ അദ്ദേഹത്തെ പിടിക്കുക, അത് കൂടുതൽ വഷളാക്കിയത് സായി ആണെന്ന് പറയുന്നുണ്ട്. എനിക്ക് സായിയോട് സത്യം പറഞ്ഞ ഒരു ദേഷ്യമില്ല. സായി എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു ചേട്ടനെ പോലെ പെരുമാറിയ ആൾ എന്നെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ദേഷ്യം തോന്നിയെന്നും ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് ഞാൻ വാട്സപ്പിൽ സായിനെ ബ്ലോക്ക് ചെയ്തതെന്നും അഭിഷേക് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാം, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.